ഗൈസ്, കഴിഞ്ഞ ഏതാനും മാസത്തിനുള്ളിൽ റഷ്യക്ക് നഷ്ടപ്പെട്ടേക്കുന്നത് $10 ബില്യൺ. 10 മില്യൺ അല്ല കേട്ടാ, $10 ബില്യൺ നഷ്ടപ്പെട്ടേക്കുന്നത്. ഈ നഷ്ടം റഷ്യക്ക് കൂടുതലും വന്നത് അവരുടെ എണ്ണ റിഫൈനറികൾ നശിച്ചതിലൂടെ, അതുപോലെ തന്നെ ഷിപ്മെന്റുകൾ നശിച്ചതിലൂടെയാണ്. ഇന്നലെ ഞാൻ വാർത്ത നോക്കുമ്പോൾ ഉക്രൈൻ നശിപ്പിച്ചിരിക്കുന്നത് റഷ്യയുടെ 6 റിഫൈനറികളാണ്. റഷ്യ അവരുടെ എണ്ണ റിഫൈനറികളും അതുപോലെ കപ്പലുകളും സംരക്ഷിക്കുന്നതിൽ നല്ല രീതിയിൽ പിന്നോട്ട് പോകുന്നുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. മറ്റൊരു കാര്യമുള്ളത്, കഴിഞ്ഞ മാർച്ചിന് ശേഷം ഏപ്രിൽ 21 വരെയുള്ള സൈനികപരമായിട്ടുള്ള മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ 450 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ഉക്രൈൻ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അതുപോലെ റഷ്യക്ക് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ അവർ നിലയുറപ്പിച്ചിരുന്ന ഭാഗങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഉക്രൈന്റെ കാര്യത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഭേദപ്പെട്ട് കാണുന്നുണ്ട്. അവർക്ക് കൂടുതൽ സ്ഥലങ്ങൾ റഷ്യയുടെ പിടിച്ചെടുക്കാൻ ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ യുദ്ധത്തിൽ സാധിക്കുന്നുണ്ട്. അതാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ കഴിഞ്ഞ 2 മാസത്തെ ചരിത്രം. കഴിഞ്ഞ 4 കൊല്ലവും 2 മാസവും നടന്ന യുദ്ധം പരിശോധിച്ചാൽ ഉക്രൈൻ റഷ്യയുടെ ഓയിൽ റിഫൈനറികളും ഷിപ്പുകളെല്ലാം ആക്രമിക്കുമ്പോൾ റഷ്യ മാസീവായിട്ടുള്ള എയർ സ്ട്രൈക്കുകൾ തിരിച്ച് ഉക്രൈന്റെ മേൽ നടത്താറാണ് പതിവ്. എയർ സ്ട്രൈക്കുകൾ പലതും മിസൈലുകളും 1000-ഓളം അല്ലെങ്കിൽ 750-850 റേഞ്ചിലുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള മാസീവ് അറ്റാക്കുകൾ റഷ്യ നടത്താറുള്ളത്. ഉക്രൈൻ റഷ്യയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ അറ്റാക്ക് നടത്തിയതിന് കാരണം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധമായിട്ട് കമ്പയർ ചെയ്താൽ അതിന്റെ റീസൺ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധത്തിൽ റഷ്യക്ക് വലിയ തോതിലുള്ള ലാഭം എണ്ണ കച്ചവടത്തിലൂടെ ഉണ്ടാക്കുവാൻ സാധിച്ചിരുന്നു. അതിന് കാരണം റഷ്യയുടെ പല ഓയിൽ സാങ്ഷനുകൾ ഈ സമയത്ത് US നീക്കിക്കൊടുത്തു. ഇതുവഴി റഷ്യക്ക് കൂടുതൽ എണ്ണ വിൽക്കുവാനായിട്ട് സാധിച്ചെങ്കിലും ഇത് മുൻകൂട്ടി യുക്രൈൻ കണ്ടിട്ട് അവരുടെ ഓയിൽ റിഫൈനറികളും കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്തു. കാരണം റഷ്യ കൂടുതൽ എണ്ണ വിറ്റാൽ ആ പണം റൊട്ടേറ്റ് ചെയ്ത് യുദ്ധത്തിലേക്ക് ഇറക്കപ്പെടും. അതുവഴി ഉക്രൈൻ കൂടുതൽ ആക്രമിക്കപ്പെടും. പക്ഷെ ഉക്രൈൻ റഷ്യക്ക് മേൽ നടത്തിയിരിക്കുന്ന ഡ്രോൺ അറ്റാക്കുകളും മിസൈൽ അറ്റാക്കുകളും വഴി അവർക്ക് ലഭിക്കാമായിരുന്ന, അതായത് റഷ്യക്ക് ലഭിക്കാമായിരുന്ന അധിക വരുമാനത്തെക്കാൾ എത്രയോ അധികം പണം അവർക്ക് ഇവിടെ ഈ 2 മാസത്തിനുള്ളിൽ നഷ്ടമായിട്ടുണ്ട് എന്ന് ഇതൊരു വാസ്തവമാണ്. ഏകദേശം $10 ബില്യൺ പണം വെറും 2 മാസത്തിനുള്ളിൽ റഷ്യക്ക് ഇപ്പോ നഷ്ടമായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മില്യൺ അല്ല കേട്ടാ, $10 ബില്യൺ റഷ്യക്ക് ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ യുദ്ധത്തിൽ നഷ്ടമായിരുന്നത്. ഇത് വലിയൊരു സംഖ്യയാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഒരു സമാധാന ശ്രമത്തിലേക്ക് എത്തുവാനായിട്ട് റഷ്യക്ക് ഉതകട്ടെ എന്നും പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസത്തെ ഈസ്റ്റർ സമയത്ത് റഷ്യ അവരുടെ യുദ്ധം തുടങ്ങിയതിന് ശേഷമുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 ദിവസത്തെ സീസ് ഫയർ പ്രഖ്യാപിച്ചിരുന്നു. അതിമാസികമായിട്ടുള്ള ഉക്രൈന്റെ അറ്റാക്കിനെ തുടർന്നാണ് ആദ്യമായിട്ട് പുടിൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് വേണം ഇതിനെ കരുതാനായിട്ട്. പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയാലും സ്റ്റേക്ക് ഇപ്പോഴും റഷ്യയുടെ ഭാഗത്ത് തന്നെയാണ്. അതിന് കാരണം ഉക്രൈന്റെ ഭൂമി ഏകദേശം 19 മുതൽ 20% വരെ ഇപ്പോഴും റഷ്യയുടെ കൈവശമുണ്ട്. അതുകൊണ്ട് സ്റ്റേക്ക് ഇപ്പോഴും റഷ്യയുടെ ഭാഗത്താണ്. പക്ഷെ ഈ യുദ്ധം നല്ല രീതിയിൽ റഷ്യയെ ബാക്ക് ഫയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമുക്ക് യുദ്ധഭൂമിയിൽ നിന്ന് കാണുവാൻ കഴിയുന്ന കാഴ്ച. അപ്പോൾ ഗൈസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും